അങ്ങനെ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഉച്ചയടുപ്പിച്ച് അതെല്ലാം വീർപ്പിക്കാൻ നോക്കി. പാറുവിനെ വിളിക്കാനാണ് ചേട്ടൻ പോയിരിക്കണം. അപ്പോൾ സ്കൂൾ വിട്ട് ഞങ്ങൾ പാറുവിനെയും വിളിച്ച് അത് കേക്കും വാങ്ങിച്ച് അതുവഴി വന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പോയിട്ട് വന്നു. ഞാൻ അതിനിടയ്ക്ക് എനിക്ക് പറ്റുന്നത് അത്രയും വീർപ്പിച്ച് വെച്ചു. കുറേയൊക്കെ ഞങ്ങൾ ചുമരിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഒട്ടിച്ച് വെച്ചു. പക്ഷെ അതെല്ലാം ഇളകി വീണുകൊണ്ടിരുന്നു. വീണതെല്ലാം ഞങ്ങൾ വീണ്ടും സ്റ്റിക്ക് ചെയ്തു. പിന്നെ അനിയനും ഭാര്യയൊക്കെ വന്നപ്പോൾ അവരും അതുപോലെ കുറേ പ്രാവശ്യം അതിനെ വീണ്ടും ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഐറ്റത്തിനെ ഇങ്ങനെ എടുത്ത് ഒട്ടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ പശ പോയത് കാരണം ശരിയായിട്ട് ഇരുന്നില്ല. പിന്നെ കേക്ക് എടുത്ത് ബോക്സിൽ നിന്ന് എടുക്കുന്ന പരിപാടിയായിരുന്നു. ഭയങ്കര പാടുപെട്ടു. കാരണം അത് ഒന്നും തട്ടാതെ മുട്ടാതെയൊക്കെ അതുപോലെ എടുക്കണമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയും ഞങ്ങളിതാ എടുത്ത് പുറത്ത് വെച്ചു. അറുവിന് ഭയങ്കര ഇഷ്ടമായി കേക്ക്. ഇൻസ്റ്റയിൽ ഞാൻ ഈ കേക്കിൻ്റെ ഇൻസ്റ്റാ ID ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് കേക്ക് വേണം എന്നുള്ളവർ അടിപൊളിയായിട്ട് നമ്മൾ പറയുന്ന ഡിസൈനിൽ ചെയ്തു തരും. കേക്കിഫൈഡ് ബൈ അക്ഷയ. അതിൽ കയറി നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പാറുവിന്റെ നിർബന്ധത്തിലാണ് ഈ യൂണിക്കോണിനൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. യൂണിക്കോൺ കേക്കല്ലേ അമ്മ, യൂണിക്കോൺ എടുത്ത് വെക്കാം. കുഞ്ഞിലേ വാങ്ങിയതാണ് യൂണിക്കോൺ. പക്ഷെ അത് ഭയങ്കര പേടിയായിരുന്നു പാറുവിന്. ഇന്നത്തെ ദിവസം അവൾക്കത് വയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ തൊട്ട് തടവി അതിൻ്റെ പുറത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വലിയ യൂണിക്കോണിൻ്റെ പേടി അങ്ങ് മാറ്റിച്ചു. തൊപ്പിയുണ്ട്, കൊച്ചുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് മാമൻ്റെ വക കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കേക്കിനെ ഞാൻ പീസായിട്ട് മുറിച്ച് ഓരോന്നുമൊക്കെ ബോക്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പീസ് പോലും ഉണ്ടായിരുന്നില്ല. അത്ര ടേസ്റ്റുള്ള വാനില കേക്കായിരുന്നേ. കണ്ടാൽ വാനില കേക്കാണെന്ന് പറയത്തില്ല, കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. മുഴുവനും അന്ന് തന്നെ തീരുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും ഒന്നൊന്നായിട്ട് അല്ലെങ്കിൽ 4 പേരൊക്കെ ഇരിക്കാൻ പറ്റുന്നതായതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നതിനായിട്ട് നമ്മൾ ഹാളിൽ തന്നെ ഇരുന്ന് ഫുഡും കഴിച്ച് പിരിഞ്ഞു.